ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് ദി ലോർഡ്. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. 2-3 പേർ എവിടെ കൂടിയാലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് വെർച്വലി ആണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ചലിക്കും. ആമേൻ. ഇപ്പോൾ തന്നെ ലൈവ് ചാറ്റിൽ ഒത്തിരി പേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹാർവസ്റ്റ് ടി വിയിൽ കാണുന്ന വ്യക്തികൾ, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കാണുന്ന വ്യക്തികൾ, വി വാണ്ട് ടു വെൽക്കം ഓൾ ഓഫ് യു ടു ടുഡേസ് ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഇന്ന് ദൈവം നമ്മളോട് ആഴത്തിൽ ചില കാര്യങ്ങൾ ലളിതമായി കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. ഡീപ്പ് യെറ്റ് സിമ്പിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആദ്യം തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു പ്രൈം സ്പോൺസറാണുള്ളത്, ഇവാൻ എബ്രഹാം ഫ്രം ലണ്ടൻ. God bless you, Ivan. Today is his birthday. Many happy returns of the day, Ivan. May God bless you. നമുക്ക് ഒരുമിച്ച് ഇവാന് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു ഫാദർ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കർത്താവെ, we are here with a grateful heart for all you have done in this young man's life, Father. Lord, we together pray and we bless him, Father. ലൈഫിൽ ദൈവത്തിൻ്റെ എല്ലാ പ്ലാൻസും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിൻ്റെ പുറകിൽ ഒന്നായി ദൈവം വഴികൾ, വാതിലുകൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ഫാദർ. ഫിൽ ഹിം വിത്ത് യുവർ ഗോഡ്ലി വിസ്ഡം, ഫിൽ ഹിം വിത്ത് യുവർ അനോയിൻറ്റിങ് ഫാദർ. ദൈവത്തിൻ്റെ കരം മകൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫാദർ. Lord, thank you, Lord, for prospering his ways because he trusts in you with his whole heart. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen, amen, amen. Thank you, Ivan, for sponsoring today's episode. And we pray that this is a blessing for many people in the world. ലോകമെമ്പാടും പല വ്യക്തികൾക്കും ഈ ഒരു എപ്പിസോഡ് ഒരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ഈ ആഴ്ച നമുക്ക് മിഡിൽ ഈസ്റ്റിൽ അതിശക്തമായ ചില മീറ്റിംഗ്സ് നടക്കുന്നു. നമുക്ക് ഈ തേഴ്സ്ഡേ ഖത്തറിൽ വെച്ച് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ അവിടെ മീറ്റിംഗ് നടക്കുന്നു. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. അപ്പോൾ തന്നെ ഈ ഫ്രൈഡേ UAEയിൽ നമ്മുടെ ഫ്രൈഡേ സർവീസ് നടക്കുന്നു. ഈ രണ്ടിലും ബ്രദർ ഡാമിനും അപ്പോൾ തന്നെ ബ്രദർ സജിത്തും ഒരുമിച്ച് വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. സോ അതിലേക്ക് മിഡിൽ ഈസ്റ്റ് ഉള്ള ഈ ഭാഗങ്ങളുള്ള എല്ലാവരെയും ഞങ്ങൾ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ്സിനെ കുറിച്ച് ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നു. യൂത്ത് കോൺഫറൻസ്, ബ്ലെസ്സിംഗ് ടുഡേയിലെ എല്ലാ ടീനേജേഴ്സ്, അപ്പോൾ തന്നെ യങ് അഡൾട്ട്സ് ആൻഡ് യൂത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു കോൺഫറൻസ് ആണ്. 13 മുതൽ 30 വയസ്സ് വരെയുള്ള എല്ലാ വ്യക്തികൾക്കുമുള്ള കോൺഫറൻസ് ആണ്. സോ ഇത് October 11th to 13th ആണ് നടക്കുന്നത്. അതിൻ്റെ ഗസ്റ്റ് സ്പീക്കേഴ്സ് ഇതെല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെന്നൈയിൽ നിന്ന് പാസ്റ്റർ റീനു കുമാർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നെ പല അതിശക്തമായ മിനിസ്റ്റേഴ്സ്, പാസ്റ്റർ ജോഷു ആൻഡ്രൂസ്, പാസ്റ്റർ സ്റ്റാൻലി തോമസ് തുടങ്ങിയുള്ള പല വ്യക്തികളും ജോയിൻ ചെയ്യുന്നു. സോ അതിലേക്ക് എല്ലാ യങ്സ്റ്റേഴ്സിനെയും ഞങ്ങൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വിമൻസ് കോൺഫറൻസ് November 8-9 തീയതികളിൽ നടക്കുന്നു. അതിലേക്കും ഇതിലുള്ള എല്ലാ സിസ്റ്റേഴ്സും ഞങ്ങൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. ഈ 2 കോൺഫറൻസിലും കർത്താവ് അതിശക്തമായി യൂത്ത്സിൻ്റെ ലൈഫിലും നമ്മുടെ സഭയിലെ സിസ്റ്റേഴ്സിൻ്റെ ലൈഫിലും കർത്താവ് അതിശക്തമായി നീങ്ങാൻ പോവുകയാണ്. ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. ലെറ്റ്സ് ടുഗദർ ഗെറ്റ് ഇൻടു ദി വേർഡ് ഓഫ് ഗോഡ്. വെൽക്കം ബാക്ക്. തുറക്കപ്പെട്ട സ്വർഗം, അതിനോടനുബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിക്കുന്നു എന്നതിന് അപ്പുറത്ത് നമ്മുടെ മേൽ സ്വർഗം തുറന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചില മീറ്റിങ്ങുകളിലൊക്കെ ബ്ലെസ്സിംഗ് ടുഡേയിൽ നടന്നത് ഇറ്റ് വാസ് അമേസിങ്. പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ഒരു വലിയ ഓപ്പൺ ഹെവൻ എക്സ്പീരിയൻസ് ജനങ്ങളുടെ മേൽ, വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സഭകളുടെയും ദേശങ്ങളുടെയും മേൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. ദീസ് ആർ റിയലി എക്സൈറ്റിംഗ് ഡേയ്സ്. നമ്മളതിനെ മാക്സിമം യൂസ് ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിരവധി സ്ഥലങ്ങളിൽ സ്വർഗം തുറന്നു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഡാഷ് 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 എന്ന രീതിയിൽ പല പ്രാവശ്യം പല ഒക്കേഷൻസിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സ്വർഗം തുറന്ന സംഭവം എനിക്ക് തോന്നുന്നത് യേശു സ്നാനപ്പെട്ട കരയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. കേട്ട വാക്കുകൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും ഭയങ്കര സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്ത് സംസാരിച്ച വചനം പോലെ
ഏശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വായിക്കുന്ന പോലെ നീ ആകാശം കീറിപ്പറിച്ച് ഒന്നിറങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ മറുപടിയായിട്ടാണ് ഒരുപക്ഷെ നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യൻ്റെ ആഗ്രഹവും അഭിലാഷവും പ്രാർത്ഥനയും നിമിത്തം കർത്താവ് ഉത്തരം നൽകിയാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും അവൻ്റെ മേൽ സ്വർഗം തുറന്നത് ആയിട്ട് നമ്മൾ വായിക്കുന്നത്. ആ യേശു കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ ഒക്കേഷനിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് സമ്മേളിച്ച ആ സന്ദർഭത്തിൽ സ്വർഗം തുറക്കാനുള്ള കീസ് 5 ഓൾറെഡി എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആർക്കെങ്കിലും മിസ്സായെങ്കിൽ യൂട്യൂബിൽ അത് കാണുക. അതിൽ പ്രധാനമായും നമ്മൾ കണ്ടത് ഒന്ന് മാനസാന്തരമാണ്. യേശുവിന് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മളോട് നമുക്ക് വേണ്ടി അവിടെ നിന്നു കൊടുത്തു. ദാറ്റ്സ് ഓൾ. യേശു ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ മാനസാന്തര സ്നാനത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ യേശു നിന്നു കൊടുത്തു. സോ റിപ്പൻറ്റൻസ് ഈസ് ദ നമ്പർ 1 കീ. നമ്പർ 2 വാട്ടർ ബാപ്റ്റിസം. സ്നാനപ്പെട്ടപ്പോഴാണ് സ്വർഗം തുറന്നത്. അതിനു മുമ്പ് 12ാമത്തെ വയസ്സിൽ വലിയ പണ്ഡിതന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്നതായി നമ്മൾ വായിക്കുന്നില്ല. അതുപോലെ ഒത്തിരി സമയങ്ങളിലും അത് സംഭവിച്ചിട്ടില്ല. എന്നാൽ സ്വർഗം തുറന്നപ്പോൾ സംഭവിച്ച ഹ്യൂമിലിറ്റിയാണ് അടുത്തത്. യേശു കർത്താവ് സ്നാനക്കടവിൽ നിന്നത് ഇറ്റ് ഈസ് അട്ടർ ഹ്യൂമിലിറ്റി. ഒരു പാപം ചെയ്തിട്ടില്ലാത്ത യേശു തന്നെത്താൻ പാപികളോട്, മാനസാന്തരപ്പെട്ടവരോട് അവരുടെ ഇടയിൽ ചെന്ന് നിൽക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഇയാളും മാനസാന്തരപ്പെട്ട് അയാളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് വന്ന് സ്നാനപ്പെടുകയാണെന്നാണ്. ഇന്നും എൻ്റെ അകക്കാമ്പ് പിടിച്ചു കുലുക്കുന്നൊരു അവസരമാണ്. നെക്സ്റ്റ് ഈസ് ഫെർവൻറ്റ് പ്രേയേഴ്സ്. തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കും. അതിഭയങ്കരമായ പ്രാർത്ഥന. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. ചില മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ദി അതർ വൺ ഈസ് ഒബീഡിയൻസ്. അനുസരണം. ഒബീഡിയൻസ്. ഭയങ്കരമായ അനുസരണത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗം തുറക്കും. Now, key to open heaven, number 6 actually. 6ാമത്തേത് നോക്കാം. Treating God as your heavenly Father. ദൈവത്തെ സ്വർഗീയ പിതാവായി പരിഗണിക്കുക, കാണുക. ദൈവത്തെ ദൈവമായി ജനറലി കാണാതെ സ്വർഗത്തിലെ പിതാവായി കാണുക. അതൊരു ഭയങ്കര കീയാണ്. സ്വർഗം തുറക്കപ്പെടുന്നതിൻ്റെ കീയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദ ഡെക്ലറേഷൻ ഓഫ് ദ ഫാദർ, സ്വർഗീയ പിതാവിൻ്റെ പ്രഖ്യാപനം എന്താണ്? ദ ജീസസ് വാസ് ഹിസ് ബിലവഡ് സൺ. യേശു കർത്താവ് തൻ്റെ പ്രിയ പുത്രനായി ഭയങ്കരമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് വാസ് ദ ഡെക്ലറേഷൻ ഓഫ് ദ ഫാദർഹുഡ് ഓഫ് ഗോഡ് ഓവർ ദ സൺ. പുത്രൻ്റെ മേൽ പിതാവിൻ്റെ പിതൃത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദ ഡെക്ലറേഷൻ ഓഫ് ദ ഫാദർഹുഡ് ഓവർ ജീസസ്. ഇനി അവിടെ മുതൽ ഒരു ഷിഫ്റ്റ് കാണാം യേശുവിൻ്റെ ജീവിതത്തിൽ. അതുവരെ കാർപ്പൻറ്റേഴ്സ് സൺ, അല്ലെങ്കിൽ സൺ ഓഫ് മേരി, സൺ ഓഫ് ജോസഫ് എന്നറിയപ്പെടും. ഇവൻ യോസഫിൻ്റെ പുത്രൻ, ഇവൻ മറിയയുടെ പുത്രൻ എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് അന്ന് മുതൽ അവൻ ദൈവപുത്രനായിട്ട് ഒരു വലിയ മേജർ ഷിഫ്റ്റ് അവിടെ വെച്ച് നടക്കുകയാണ്. ഈ സ്നാനപ്പെട്ടവരൊന്ന് കൈ ഉയർത്തി. സ്നാനപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? I was baptized so and so year. അങ്ങനെ ഒന്ന് ഇടാമോ? ഞാൻ ശിശുവായിരുന്നപ്പോൾ മുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നതിനെ കുറിച്ച്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചല്ലോ. അങ്ങനെ സ്നാനപ്പെട്ടവരൊക്കെ
I was baptized on September 9, so and so year. ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഞാൻ ഇന്ന ദിവസം മാർച്ച് 3-ാം തീയതി 1990 അല്ലെങ്കിൽ എപ്പോഴാണ് സ്നാനപ്പെട്ടത് ഒന്നിടാമോ? എല്ലാവരും കാണട്ടെ. കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്നാനത്തിൻ്റെ അവിടെ വെച്ച് വലിയൊരു ഷിഫ്റ്റ് നടക്കും. എൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അവിടെ മുതൽ പിന്നെ അവൻ ദൈവപുത്രനാണ്. ഓക്കെ, ആൻഡ് ജോസഫ് നെവർ കംസ് ടു പിക്ചർ. അവൻ്റെ വളർത്തുപിതാവായ യോസഫ് അതിനുശേഷം പിക്ചറിലില്ല. ആ സമയത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും ഒരു പരാമർശവും ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ശേഷം വലിയൊരു വ്യത്യാസം തൻ്റെ ലൈഫിലും അപ്രോച്ചിലും എല്ലാറ്റിലും വരികയാണ്. എല്ലാവരോടും പറയുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് കഴിഞ്ഞാൽ ഫാദർഹുഡിൽ ഒരു വലിയ ചേഞ്ച് വരികയാണ്. ബയോളജിക്കൽ ഫാദറിനേക്കാൾ ഹെവൻലി ഫാദർ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന സമയമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം, it is the declaration of the fatherhood over the son. At the same time, the father is saying, I am responsible for my son. ഇനി എൻ്റെ ഈ മകൻ്റെ കാര്യത്തിൽ എനിക്കാണ് ഉത്തരവാദിത്വം. ഹലോ, ഈ ഒരു പ്രഖ്യാപനമാണ് അവിടെ ഉള്ളത്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്ത ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ഭൂമിയിലെ നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉത്തരവാദിത്വം കമോൺ സ്വർഗത്തിലെ പിതാവിനാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. ഇതില്ലാതെ വരുമ്പോഴാണ് ഭയങ്കരമായി പലരും വന്ന് ഇപ്പോഴും എത്രയൊക്കെ പഠിപ്പിച്ചാലും എത്രയൊക്കെ വചനം ശുശ്രൂഷിച്ചാലും ഇപ്പോഴും, കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് പലരും മെസ്സേജ് അയച്ചു, ദൈവമല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ദൈവം പോരെ എന്നാണ് എൻ്റെ ചോദ്യം. സങ്കടത്തോടെ പറയാം, ദൈവമല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ഞാൻ തിരിച്ചു പറയും, ദൈവം പോരെ. അനേകർക്ക് ദൈവം ഇല്ലെന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾക്ക് ദൈവം ഉണ്ടല്ലോ, അത് പോരെ. ദൈവമില്ലാത്ത അനേകർ ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ടും ദൈവമായി ബന്ധമില്ലാതെ ഒത്തിരി പേര് ജീവിക്കുമ്പോൾ, ദൈവമല്ലാതെ ആരും എനിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? ആ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ദൈവം പോരെ, ഞാൻ നിനക്ക് സകലത്തിനും മതിയായവൻ എന്ന് കർത്താവ് പറയുമ്പോൾ, ഐ എം എ മോർ ദാൻ ഇനഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അത് പോരെ. പെങ്ങന്മാരെ, സഹോദരന്മാരെ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, എൻ്റെ സമപ്രായക്കാരെ, ദൈവം പോലെ നമ്മുടെ ജീവിതത്തിൽ വേറെ ആരാ വേണ്ടേ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ കാരണം കർത്താവ് ഉള്ളതുകൊണ്ടും അവൻ എൻ്റെ പിതാവായതുകൊണ്ടും. അതർവൈസ് ഇത്രയും ചങ്കൂറ്റത്തോടെ ദീർഘനാളുകൾ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. പൊട്ടാസ് പോലെ പൊട്ടിച്ചിറ്റിപ്പോയനെ. നോ, പിതാവ് പോരേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എനിക്ക് പിതാവുണ്ടെങ്കിൽ അത് പോരേ. ചോദിച്ചേ, വാഗൊണ്ട് പറ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ പിതാവുണ്ട്, അത് പോരേ. ഹായ് സിസ്റ്റേഴ്സ്, ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ പലയിടത്തേക്കും വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6, 7 അതായത് വെള്ളി, ശനി ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വലുത് ചെയ്യാൻ പോകുക. സോ സ്റ്റേ ടുഗദർ, പ്രേ ടുഗദർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഖത്തർ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ബ്രദർ സജിത് ടിയസും ശുശ്രൂഷിക്കുന്നു. സ്ഥലം ബേത്ലഹേം ഹാൾ, ആംഗ്ലിക്കൻ സെന്റർ, ദോഹ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9743323292. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ് പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ബ്രദർ സജിത് ടിയസും ശുശ്രൂഷിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ. സ്ഥലം ഹാൾ നമ്പർ M08, ബാബ് അൽവാദ ഈവൻ മാനേജ്മെന്റ്.
സമാ റെസിഡൻസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 971545462400 അല്ലെങ്കിൽ 971504526391. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, സ്നാനപ്പെടുന്നതിന് മുൻപ് എല്ലാ ആവശ്യങ്ങൾക്കും പിതാവിൻ്റെ അടുക്കിലേക്ക്, ഭൂമിയിലെ പിതാവിൻ്റെ അടുക്കിലേക്കാണ് ഓടിയിരുന്നതെങ്കിൽ, രക്ഷിക്കപ്പെട്ട ശേഷം എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലെ പിതാവിലേക്കാണ് തിരിയേണ്ടത്. എന്തിനും അവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ ആശ്രയമില്ലെങ്കിൽ, ഈ പ്രതീക്ഷയില്ലെങ്കിൽ വീണ്ടും ഈ പിതാവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഈ പിതാക്കന്മാർക്കെല്ലാം, ഭൂമിയിലെ പിതാക്കന്മാർക്കെല്ലാം ഒരു പരിധിയുണ്ട് കുഞ്ഞ്. അവരും മനുഷ്യരാണ്. ഒരു സമയം കഴിയുമ്പോൾ അവരും പ്രായത്തിലേക്കും പ്രായാധിക്യത്തിലേക്കും പോയി. പഴയതുപോലെ ചിലപ്പോൾ സമ്പത്തുണ്ടാകണമെന്നില്ല, പഴയതുപോലെ ആരോഗ്യമുണ്ടാകണമെന്നില്ല. പലതിലും പരിമിതികളുള്ളവരാണ് ഭൂമിയിലെ പിതാക്കന്മാർ. The principle is this: when you treat God as your own Heavenly Father, that will open heaven above you. ദൈവത്തെ സ്വന്തം സ്വർഗീയ പിതാവായി എന്ന് കണക്കാക്കാൻ തുടങ്ങുമോ, അന്ന് മുതൽ സ്വർഗം ഇങ്ങനെ തുറക്കാൻ തുടങ്ങും. അവൻ്റെ പ്രസാദം ഇറങ്ങി വരാൻ തുടങ്ങും. ഇതാണ് തത്വം. അണ്ടർസ്റ്റാൻഡിങ് ഗോഡ് ആസ് യുവർ ഫാദർ, your own father, your own heavenly father is the key. സ്വർഗത്തിലെ ദൈവത്തെ ജനറലി ദൈവമായി കണക്കാക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. എല്ലാ മതങ്ങളിലുമുണ്ട്. ദൈവമാണ്, ദൈവമുണ്ട്. ദൈവത്തോട് ഇങ്ങനെ കൈകൾ കൂപ്പി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ദൈവമേ എന്നെ കാത്തോളണേ, ബുദ്ധി തരണേ, എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കണേ. ദൈവമേ എവിടെയാണ്, ആരാണ്, എവിടെയുണ്ട്? ആ രീതി വിട്ട് ഒരു പേഴ്സണൽ കണക്ഷനിൽ സ്വന്തം പിതാവായി, ഒന്ന് പറഞ്ഞേ, സ്വന്തം പിതാവായി ഈ ദൈവത്തെ കണക്കാക്കുമ്പോൾ, പണ്ടൊരാൾ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടു ദ വേൾഡ് ഹീസ് ദെയർ ഗോഡ്, ടു മീ ഹീസ് മൈ ഫാദർ. ലോകത്തിന് അവൻ ദൈവമാണെങ്കിൽ എനിക്കവൻ പിതാവാണ്. പറഞ്ഞേ, ലോകത്തിന് അവൻ ദൈവമാണെങ്കിൽ എനിക്ക് അവൻ പിതാവാണ്. അതിൻ്റെ പൊരുൾ എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇറ്റ്സ് ഹ്യൂജ്, ഇറ്റ് ഈസ് സോ ഡീപ്പ്. ഇതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, മോഡൽ പ്രയർ കൊടുത്തപ്പോൾ, അവർ ഫാദർ ഇൻ ഹെവൻ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറഞ്ഞത്. തുടങ്ങുമ്പോൾ തന്നെ എന്ത് പറയണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ ഒറ്റയ്ക്കിരുന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പറയണ്ട, എൻ്റെ പിതാവേ തന്നെ പറയണം. 3-4 പേര് ഒരുമിച്ചാണെങ്കിൽ സ്വർഗസ്ഥനായ കൂട്ടമായി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഞങ്ങളുടെ പിതാവേ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പറയല്ലേ, അവർ ഹെവൻലി ഫാദർ എന്നല്ല പറയേണ്ടത്, മൈ ഹെവൻലി ഫാദർ എന്നാണ് പറയേണ്ടത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. പഴയ നിയമത്തിൽ ദൈവത്തെ പിതാവെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 20ഓളം പ്രാവശ്യമാണ് ദൈവം പിതാവ് എന്ന രീതിയിൽ വെളിപ്പെടുന്നത് പഴയ നിയമത്തിൽ. പക്ഷേ അതെല്ലാം എഫ്രായിം, എൻ്റെ ഓമന മകൻ, ഓമനപുത്രൻ. എഫ്രായിം എന്നവിടെ ഉദ്ദേശിക്കുന്ന ഒരാളെയല്ല, എഫ്രായിം ഗോത്രം അല്ലെങ്കിൽ പൊതുവെ ഇസ്രായേലിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഗോത്രങ്ങളുടെ പിതാവായും ജനതകളുടെ പിതാവായും ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവായും ഒരു കോർപ്പറേറ്റ് വേയിലാണ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായി അവൻ പിതാവായി വെളിപ്പെടും. വാവ്, ഇതാണ് നമുക്ക് ഭയങ്കരമായൊരു സെക്യൂരിറ്റി ഫീലിംഗ് നൽകുന്നത്. അരക്ഷിതത്വം മാറി സുരക്ഷിതത്വം വരുന്നത് ദൈവത്തെ പിതാവായി അറിയുമ്പോഴാണ്, കണക്കാക്കുമ്പോഴാണ്, ആ റെവലേഷൻ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ തന്നെ അകത്ത് നമുക്ക്, എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, ഓ എനിക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്, എനിക്ക് സ്വർഗത്തിൽ ദൈവം ഉണ്ടെന്നല്ല. ദാറ്റ് ഈസ് ജനറൽ, അത് പൊതുവായ ഒരു പ്രയോഗമാണ്. നോ, എനിക്ക് ഒരു പിതാവുണ്ട്, എനിക്ക് അപ്പനുണ്ട്. അപ്പന്മാർ മരിച്ചു കഴിയുമ്പോൾ വീടുകളുടെ അവസ്ഥ മാറുകയാണ്. ഒരു വലിയ ശൂന്യതയാണ്. ഒരു പിതാവിനെ സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കിയ ശേഷം തിരികെ വരുമ്പോൾ
5 മക്കളുണ്ടെന്നിരിക്കട്ടെ, ഈ 5 മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു ഭയങ്കര ശൂന്യത വരും. കാരണം ദ ഫാദർ ഫിഗർ ഹു വാസ് കവറിങ് ദ എൻറ്റയർ ഫാമിലി, അതങ്ങ് മാറിപ്പോയി. ആ കവറിങ് അങ്ങ് മാറിപ്പോയി. അതൊരു ഭയങ്കര സംഭവമാണ്. പിതാക്കന്മാർ നീങ്ങുമ്പോൾ ആ കുടുംബം പിന്നെ ആ ടോപ്പ് ലെവലിൽ നിന്നിരുന്ന ആ ഫിഗർ അങ്ങ് മാറിക്കഴിയുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഈ വിവാഹം കഴിച്ച് വിട്ട പെൺകുഞ്ഞുങ്ങൾ, അവർ വിവാഹ ജീവിതത്തിൽ 25-ാം വാർഷികവും 35-ാമത്തെ വാർഷികവും മക്കളെ വിവാഹം കഴിച്ച് വിട്ട ശേഷവും അങ്ങനെയുള്ളവർ വന്ന് എന്നോട് പറയാം, ചില സ്ത്രീകൾ എന്നോടൊന്ന് പറയാം, എൻ്റെ അപ്പനുള്ള കാലത്ത് എനിക്കൊന്നും അറിയണ്ടായിരുന്നു, എന്തുണ്ടായാലും ഒന്ന് വിളിച്ചാൽ മതി, അപ്പനോട് ഒന്ന് പറയാമായിരുന്നു, എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പൻ പോയി, കർത്താവ് വിളിച്ചു, സങ്കടത്തോടെ പറയാം. അതാണ് പിതാക്കന്മാർ മാറിക്കഴിയുമ്പോൾ വരുന്ന ശൂന്യത, അതാണ്. എന്നാൽ ഓർക്കുക മക്കളെ, ഇത് മനസ്സിലാക്കുക, രക്ഷിക്കപ്പെടുന്നത് വരെ അതൊക്കെ ശരിയാണെങ്കിലും തീർച്ചയായും ഭൂമിയിലെ പിതാക്കന്മാർക്ക് അവരുടേതായ ഒരു സ്ഥാനമുണ്ട്, അതിൻ്റേതായ ഒരു 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 അനുഗ്രഹമുണ്ട് അവരിൽ നിന്ന്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക്, സ്നാനപ്പെട്ടവർക്ക്, ദൈവകൃപയിലേക്ക് വന്നവർക്ക് അതിനേക്കാൾ മുകളിൽ കവർ ചെയ്യുന്നൊരു പിതൃത്വം വന്നവരെ മൂടുകയാണ്. ഒരു പിതൃത്വത്തിൻ്റെ ബ്ലാങ്കറ്റ്, ഒരു കവറിങ്, ഒരു ആവരണം അവരെ വന്ന് മൂടുകയാണ്. ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പിതൃത്വം. അതിനെക്കുറിച്ച് തന്നെ ഒരു 2 വർഷം വേണമെങ്കിൽ സംസാരിക്കാം. അതുപോലെയാണ് ദൈവത്തിൻ്റെ പിതൃത്വം. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇതൊന്ന് എഴുതി വെക്കുന്നതല്ല, എ ഫാദർ കനോട്ട് ഡിനൈ ഹിസ് ചിൽഡ്രൻ. ഒരു പിതാവിന് മക്കളെ നിഷേധിക്കാൻ സാധ്യമല്ല. പറയും വാഗുണ്ടൊക്കെ, നീ എൻ്റെ മകനല്ല, ഇങ്ങനൊരു മകനില്ല, ഇങ്ങനൊരു മോൾ എനിക്ക് ജനിച്ചിട്ടില്ല, ഇതൊക്കെ ചിലപ്പോൾ വിഷമം വരുമ്പോൾ, അവരെ വേദനിപ്പിക്കുമ്പോൾ പറയുമെങ്കിലും എ ഫാദർ ക്യാൻ ടെക്നിക്കലി നെവർ ഡിനൈ ഹിസ് ചിൽഡ്രൻ. ഒരു പിതാവിനും തന്നിൽ നിന്ന് ജനിച്ച മക്കളെ ഡിനൈ ചെയ്യാൻ സാധ്യമല്ല. പിന്നെ അതുപോലെ വിക്കഡായിട്ടുള്ള പലരും ചെയ്യാറുണ്ട്. ഇപ്പോൾ അവിഹിതമായൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ എൻ്റെ കുഞ്ഞല്ല, പിന്നെ DNA ടെസ്റ്റിനും ഇതിനൊക്കെ പോകണം. എന്നാൽ ഓർക്കുക ഒരു പിതാവിനും തൻ്റെ കുഞ്ഞുങ്ങളെ നിഷേധിക്കാനോ തള്ളിക്കളയാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ കുഞ്ഞുങ്ങളോട്, തൻ്റെ മക്കളോട് കരുണ തോന്നും. ആർദ്രതയും മനസ്സലിവും എല്ലാം ഇങ്ങനെ ഒഴുകുകയാണ്. ഒരു വാത്സല്യം, ആ ഓമനത്വം, ഇതെല്ലാം പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുകയാണ്. 1 യോഹന്നാൻ 3:1 പറയുന്നത്, കാണുമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. വാവ് 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 വാവ്. ഈ ഒരു വെളിപ്പാട് ഇന്നൊന്ന് സ്വീകരിക്കാൻ പറ്റുമോ? എനിക്ക് അടുത്തതിലേക്ക് കയറണമെന്നുണ്ട്. അടുത്തൊരു പാസേജാണ്, എനിക്ക് തോന്നുന്നു അതിലേക്ക് നാളെ കയറുന്നതാണ് നല്ലത്. ഐ വാണ്ട് ടു എക്സ്പ്ലെയിൻ ഫ്രം ദാറ്റ്. പക്ഷേ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ, അകത്തോട്ടൊന്ന് അസിമുലേറ്റ് ചെയ്യാനൊന്ന് അനുവദിക്കാമോ? നിങ്ങൾ പലർക്കും ജീവിതത്തിലൊരു ശൂന്യതയുണ്ടോ? ആരാ എന്നെ കരുതാനുള്ളത്? ആരുമില്ല. നിങ്ങളൊരു പക്ഷേ ഒരു ഹോസ്റ്റലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി വിദേശത്തായിരിക്കാം. ഒരുപക്ഷെ ആരും കൂടെയില്ല. അപ്പോൾ അങ്ങ് ആകപ്പാടെ ഒരു അപ്പൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഫാദർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ കയ്യെ തൂങ്ങി അങ്ങ് നടന്നാൽ മതിയായിരുന്നു. മുമ്പേ പോയി എല്ലാം ചെയ്തു തന്നേനെ. പറയുമ്പോൾ ഒരു ആശ്വാസമാണ്. എല്ലാ അപ്പന്മാരും അങ്ങനെയാണോന്നില്ല. ചില അപ്പന്മാർ വളരെ ഉത്തരവാദിത്വമില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും യൂഷ്വലി അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത്, ഇന്ന് അതിനെ ഫില്ല് ചെയ്യുവാൻ ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പിതൃത്വം അതിനെ ഫില്ല് ചെയ്യും. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു മേജർ ഷിഫ്റ്റ് നടന്നത്, ഈവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്
സ്വർഗത്തിലെ പിതാവ് തൻ്റെ മേൽ പറഞ്ഞ ഡെക്ലറേഷൻ ഏത് മൊമെൻറ്റിൽ വന്നോ അന്ന് മുതൽ തൻ്റെ ലൈഫ് മാറി. അന്ന് മുതലാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് അല്ലേ? യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയുടെ സ്റ്റാർട്ടാണത്. ഇൻ അതർ വേർഡ്സ്, ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് ഒരു ചെറിയ സമയത്തേക്ക് ഉപേക്ഷിക്കപ്പെട്ടതല്ലാതെ അത് നമുക്ക് വേണ്ടിയാണ്. യേശു കർത്താവിൻ്റെ ഓരോ നിമിഷത്തെയും ജീവിതത്തിൽ പിതാവ് കൂടെയിരുന്നു. ഇത് ഞാൻ പറയുന്നത് യേശുവിൻ്റെ ഒരു ഹ്യൂമൻ സൈഡ് ഉണ്ടല്ലോ. യേശു ക്രിസ്തുവാണ് ഡിവൈൻ സൈഡ്. ആ ഹ്യൂമൻ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ സ്വർഗത്തിലെ പിതാവ് തന്നോടൊപ്പം എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അവൻ ഉപേക്ഷിച്ചില്ല. എന്നാൽ ക്രൂശിൽ കിടന്ന ചില മണിക്കൂറുകൾ യേശു കർത്താവ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അവിടെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നില്ല, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച്. ഹ്യൂമൻ സൈഡിൽ നിന്നുകൊണ്ടാണ് കരച്ചിൽ. നീ എന്നെ കൈവിട്ടതെന്ത്? ഒരൊറ്റ നിലവിളി മാത്രം മതി നിത്യതയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ കിടന്ന് കരയാൻ. Because of our sins, he was forsaken. He had to be forsaken by the Father. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സകല ക്രോധാഗ്നിയും നരകത്തെയും ആ മണിക്കൂറുകളിൽ, ക്രൂശിൽ കിടന്ന മണിക്കൂറുകളിൽ യേശുവിൻ്റെ മേൽ ചൊരിയപ്പെടുകയായിരുന്നു. നിത്യത മുഴുവൻ നമ്മളാണത് അനുഭവിക്കേണ്ടിയിരുന്നത്. നമുക്ക് പകരം നമ്മളെ തള്ളിമാറ്റി യേശു കർത്താവ് കയറി ആ ശിക്ഷ ഏറ്റെടുത്തു. അവനൊരു റോസ്റ്റഡ് ലാമ്പ് പോലെയായി മാറി അല്ലെ? പെസഹ നാളിൽ തീയിൽ ചുട്ടെടുക്കുന്ന, പുഴുങ്ങല്ലേ ചുട്ടെടുക്കുക, തീയിൽ നേരെ ഫ്ലെയിമിൽ നേരെ തീയിൽ ചുട്ടെടുക്കുന്ന റോസ്റ്റഡ് ലാമ്പ് പോലെ ദൈവത്തിൻ്റെ ക്രോധാഗ്നി തൻ്റെ മേൽ വരികയായിരുന്നു. അത് നമ്മൾ പറയുമ്പോൾ തന്നെ വി ബിക്കം ഇമോഷണൽ. അത് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തതാണ്. യോഹന്നാൻ 3:16 അനുസരിച്ച് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സമയത്ത് എന്നെ കൂടുതൽ സ്നേഹിച്ചു യേശുവിനേക്കാൾ, സ്വന്തം പുത്രനേക്കാൾ. നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചു സ്വന്തം പുത്രനേക്കാൾ. പകരമായി, നമുക്ക് പകരമായി അവനെ കൊടുത്തു. അത് ഭയങ്കരമാണ്. ഇതുവരെ യേശു കർത്താവിനെ ഹൃദയത്തിലോട്ട് അതുപോലെ അവനെ കൈക്കൊണ്ടെന്നല്ല പറഞ്ഞത്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവർക്ക് എന്നല്ല പറഞ്ഞത്. അങ്ങനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ട് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് യാഗമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം വരെ യേശുവിനായി ഞാൻ ജീവിക്കും. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുന്നതിനായി നന്ദി. ആമേൻ. കൈനീട്ടാമ ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. പുകവലിയിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ. ഈ ഇൻസോംനിയ, ഉറങ്ങാൻ പറ്റാതെയുള്ള പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഗോൾ ബ്ലാഡറിനുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിനുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ എല്ലാവരെയും തൊടുന്നതിനായി നന്ദി പറയാം. നിങ്ങളുടെ പ്രയാസമോ രോഗം എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ടാകട്ടെ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഹായ് സിസ്റ്റേഴ്സ്, ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി
ഞങ്ങൾ പലയിടത്തേക്കും വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6, 7 അതായത് വെള്ളി, ശനി ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വലുത് ചെയ്യാൻ പോകുക. സോ സ്റ്റേ ടുഗദർ, പ്രേ ടുഗദർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഖത്തർ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ബ്രദർ സജിത് ടിയസും ശുശ്രൂഷിക്കുന്നു. സ്ഥലം ബേത്ലഹേം ഹാൾ, ആംഗ്ലിക്കൻ സെന്റർ, ദോഹ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9743323292. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ് പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ബ്രദർ സജിത് ടിയസും ശുശ്രൂഷിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ. സ്ഥലം ഹാൾ നമ്പർ M08 ബാബ് അൽവാദ ഈവൻ മാനേജ്മെന്റ്, സമാ റെസിഡൻസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9715462400 അല്ലെങ്കിൽ 971504526391.